ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ജനറൽ കോച്ചിലാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കും. അപ്പോൾ അവിടെ ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫോൺ യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ തന്നെ വാച്ച് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കതെങ്ങനെ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഗൈസ്, നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. UTS എന്നാണ് ആപ്പിൻ്റെ പേര്. ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യണം. അതേപോലെ തന്നെ ഒരു പാസ്വേഡും കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നോർമൽ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാമല്ലോ. അവിടെയാണ് നമുക്ക് നമ്മുടെ ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ 2 ഓപ്ഷൻ കാണാമല്ലോ മേളിലായിട്ട്. ഓക്കെ, ഫസ്റ്റായിട്ട് പേപ്പർലെസ്സും സെക്കൻഡ് പേപ്പറും. ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാമല്ലോ. ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് ഫ്രമും ടു എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേഷനിലാണ് പുറപ്പെടുന്നതെന്നും ഏത് സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങുന്നുള്ള കാര്യം നിങ്ങളവിടെ 2 സ്റ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രം കോഴിക്കോടും ടു ആലുവയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ താഴെയായിട്ട് കാണുന്ന ഗെറ്റ് ഫെയർ എന്നുള്ള ഓപ്ഷൻ കാണാമല്ലോ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് നമ്മുടെ ട്രാവലിംഗ് ഡീറ്റെയിൽസൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എത്ര പേരാണ് ട്രാവൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ പേയ്മെൻറ്റ് ടൈപ്പ്. നിങ്ങൾ ഏത് ടൈപ്പ് പേയ്മെൻറ്റാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ബുക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാമല്ലോ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. ഇവിടെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഉണ്ടല്ലോ, ഈ ഒരു ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡ്, ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ മുകളിലായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അതിൻ്റെ താഴെയായിട്ട് കാണുന്ന ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമല്ലോ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ PayTM ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും താഴെയായിട്ട് കാണുന്ന പേ എന്നുള്ളൊരു ഓപ്ഷൻ കാണാമല്ലോ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും? PayTMലോട്ട് പോകും. അവിടെ നിങ്ങളുടെ UPI പിന്നും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത ശേഷം പേ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങളുടെ ഫോണിലോട്ട് വരും. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ആപ്പിൽ തന്നെ നിങ്ങളുടെ ബുക്കിംഗ് ഹിസ്റ്ററിയിൽ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ടിക്കറ്റ് കാണാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.